എന്തായാലും നീ അതിനെക്കുറിച്ച് ഓർത്ത് ടെൻഷൻ അടിക്കണ്ട. തൽക്കാലം നിന്റെ മനസ്സിലുള്ള ഇഷ്ടം നീ അവളോട് പറയാൻ നിൽക്കണ്ട. കുറച്ചുകൂടി മുന്നോട്ട് പോട്ടെ. ആദ്യം നീ അവളുമായിട്ടൊരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കാൻ നോക്ക്. എന്നിട്ട് പതിയെ നിന്റെ മനസ്സിലുള്ള കാര്യം അവളോട് പറഞ്ഞാൽ മതി. അശോക് അവനോട് പറഞ്ഞതും അവൻ തലയാട്ടി. എന്നിട്ട് അവൾ സമ്മതിച്ചില്ലെങ്കിലോ? ആദ്യം സംശയത്തോടെ തിരികെ ചോദിച്ചു. അത് നമുക്ക് അപ്പം നോക്കാം. അശോക് അവൻ്റെ തോളിൽ നിന്ന് തട്ടിക്കൊണ്ട് പറഞ്ഞതും അവനൊന്ന് പുഞ്ചിരിച്ചു. പിറ്റേന്ന് രാവിലെ ഫെലിക്സ് ആദ്യ വിളിച്ചതുകൊണ്ട് ഒരുങ്ങി റെഡിയായി അവൻ്റെ ഹോസ്റ്റലിൻ്റെ മുൻപിൽ നിൽക്കുകയായിരുന്നു. കുറച്ച് നിമിഷങ്ങൾ കഴിഞ്ഞതും ആദ്യ കാറുമായി അങ്ങോട്ടേക്ക് വന്നു. ഫെലിക്സ് ചിരിച്ചുകൊണ്ട് ഡ്രൈവർ സീറ്റിലേക്ക് കയറി. കുറേ നേരമായോ റെഡിയായി നിൽക്കാൻ തുടങ്ങിയിട്ട്? ആദ്യ സംശയത്തോടെ അവനോട് ചോദിച്ചു. ഏയ് ഇല്ല സർ. ഫെലിക്സ് ചിരിച്ചുകൊണ്ട് അവനോട് മറുപടി പറഞ്ഞു. തനിക്ക് കഴിക്കാൻ എന്താ വേണ്ടത്? ആദ്യ വീണ്ടും സംശയത്തോട് ചോദിച്ചു. എനിക്കൊന്നും വേണ്ട സർ. സാറിന് എന്താ എന്നോട് സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞത്? അത് സീരിയസ് കാര്യമാണെന്ന് എനിക്ക് മനസ്സിലായി. അല്ലെങ്കിൽ ആമയോട് പറയണ്ടെന്ന് സാർ പറയില്ലല്ലോ. അവളെപ്പറ്റിയുള്ള എന്തെങ്കിലും കാര്യമാണോ? ഫെലിക്സ് സംശയത്തോടെ തിരികെ ചോദിച്ചു. അതൊക്കെ ഞാൻ തന്നോട് പറയാം. ആദ്യം തനിക്ക് എന്താ കഴിക്കാൻ വേണ്ടതെന്ന് പറ. അതനുസരിച്ച് വേണം എനിക്ക് വണ്ടി അങ്ങോട്ടേക്ക് തിരിക്കാൻ. താൻ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതാണോ? ആദ്യം സംശയത്തോടെ അവനോട് ചോദിച്ചു. അതൊക്കെ കഴിച്ചു. എങ്കിൽ പിന്നെ നമുക്കൊരു ജ്യൂസിങ് ഷോപ്പിലേക്ക് വിടാം. എന്താ? ആദ്യം പുഞ്ചിരിച്ചുകൊണ്ട് അവനെ നോക്കി പുരികം പൊക്കി. സാറിൻ്റെ ഇഷ്ടം. ഫെലിക്സ് പറഞ്ഞതും അവൻ ഫെലിക്സിനെയും കൂട്ടി ഒരു ജ്യൂസിൻ്റെ ഷോപ്പിലേക്കാണ് പോയത്. ജ്യൂസിന് ഓർഡർ കൊടുത്തതിന് ശേഷം അവർ രണ്ടുപേരും അവിടെ ഇരുന്നു. സാർ ഇതുവരെ കാര്യം എന്താണെന്ന് പറഞ്ഞില്ല. ഫെലിക്സ് സംശയത്തോടെ അവനോട് ചോദിച്ചു. ഫെലിക്സ്, വളച്ചുകിട്ടില്ലാതെ ഞാൻ കാര്യം പറയാം. ഇത് ആമയോട് പറയുന്നതിനേക്കാൾ മുൻപേ തന്നോട് പറയാനുള്ള കാരണം ആമയെ താൻ നന്നായി മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നിയതുകൊണ്ടാണ്. ആദ്യം അവനോട് പറഞ്ഞതും അവൻ സംശയത്തോടെ ആദ്യയെ നോക്കി. അവൻ എന്താണ് പറഞ്ഞു വരുന്നതെന്ന് ഫെലിക്സിന് മനസ്സിലായതേയില്ലായിരുന്നു. എനിക്ക് ആമിയെ ഇഷ്ടമാണ്. അവളെ എൻ്റെ ജീവിതത്തിലേക്ക് കൂടെ കൂട്ടാൻ എനിക്ക് താല്പര്യമുണ്ട്. അവൻ ഫെലിക്സിൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞതും ഫെലിക്സ് ഒന്ന് ഞെട്ടിപ്പോയി. അവൻ സംശയത്തോടെ വീണ്ടും ആദ്യയെ നോക്കി. സർ. ഫെലിക്സ് സംശയത്തോടെ അവനെ വിളിച്ചു. എടോ, ഞാൻ ഒരുപാട് ആലോചിച്ചെടുത്ത തീരുമാനമാണ്. അവളൊരു വിവാഹം കഴിച്ചു എന്നുള്ളത് എന്നെ ബാധിക്കുന്നൊരു പ്രശ്നമല്ല. അവൾക്ക് അങ്ങനെ ഒരു പാസ്റ്റ് ഉള്ളത് ശരി തന്നെയാണ്. പക്ഷെ അതൊന്നും എൻ്റെ ഇഷ്ടത്തെ ബാധിക്കുന്നില്ല. എനിക്ക് മാത്രമല്ല, എൻ്റെ വീട്ടിലെല്ലാവർക്കും ആമയെ ഒരുപാട് ഇഷ്ടമാണ്. ഈ ഒരു ബന്ധത്തിനോട് ഞങ്ങൾക്ക് എല്ലാവർക്കും വളരെ താല്പര്യമുണ്ട്. അതുകൊണ്ട് എൻ്റെ ഫാമിലിയെക്കുറിച്ച് ഓർത്ത് ടെൻഷൻ അടിക്കണ്ട. അവളൊരു വിവാഹം കഴിച്ചു എന്നുള്ളതൊന്നും ഞങ്ങളെ ബാധിക്കുന്ന പ്രശ്നമല്ല. എൻ്റെ കൈകളിൽ അവൾ സുരക്ഷിതമായിരിക്കും. ആ ഒരു ഉറപ്പ് എനിക്ക് തരാൻ കഴിയും. ഞാൻ കാരണം ഒരിക്കലും ആമയുടെ കണ്ണുകൾ നിറയില്ല. ഇപ്പോൾ താൻ കരുതും ഈ പറഞ്ഞ ഞാൻ തന്നെയല്ലേ അവളെ വേദനിപ്പിച്ചിട്ടുള്ളതെന്ന്. അവൻ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞതും ഫെലിക്സ് ഇല്ല എന്നുള്ള അർത്ഥത്തിൽ അവനെ നോക്കി. ഫെലിക്സ്, അവളെ അന്ന് അങ്ങനെയൊക്കെ വേദനിപ്പിച്ചത് എനിക്കിന്ന് ഒരുപാട് വിഷമമുണ്ട്. എനിക്ക് അവളുടെ കാര്യങ്ങളൊന്നും അറിയില്ലായിരുന്നു. അവളുടെ ജീവിതം എങ്ങനെയായിരുന്നുവെന്നും അറിയില്ലായിരുന്നു. പക്ഷെ ഒരു കാര്യം ഞാൻ ഉറപ്പ് തരാം. എൻ്റെ ലൈഫിലേക്ക് അവൾ വന്നു കഴിഞ്ഞാൽ പിന്നെ അവളുടെ പാസ്റ്റ് ആലോചിക്കുക കൂടിയില്ല. ആ ഒരു ഉറപ്പ് എനിക്ക് തരാൻ കഴിയും. അവൻ ഉറപ്പോടെ ഫെലിക്സിൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു. എന്നാൽ ഫെലിക്സിന് ആദ്യം പറയുന്നത് കേട്ട് അവനോട് എന്ത് മറുപടി പറയണമെന്ന് അറിയില്ലായിരുന്നു. അവനെല്ലാം കേട്ട് ഷോക്കായി തന്നെ ഇരിക്കുകയായിരുന്നു. താനെന്താടോ ഒന്നും മിണ്ടാതിരിക്കുന്നത്? ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ? അവൻ മിണ്ടാതിരിക്കുന്നത് കണ്ട് ആദ്യ സംശയത്തോടെ അവനോട് ചോദിച്ചു. എനിക്ക് എങ്ങനെയാണ് സാർ ഇതിനൊരു ഉത്തരം പറയാൻ കഴിയുന്നത്? ഇതിൽ തീരുമാനം എടുക്കേണ്ടത് ആമി അവളുടെ വീട്ടുകാരുമാണ്. ആമി എനിക്ക് നന്നായിട്ട് അറിയാവുന്നതുകൊണ്ട് അവളുടെ മനസ്സിലെന്താണെന്ന് എനിക്കറിയാം. ആമി ഇനിയൊരു വിവാഹത്തിനെ പറ്റി ആലോചിക്കുക കൂടി ചെയ്യില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. അവൾക്ക് അങ്ങനെ പെട്ടെന്ന് മറ്റൊരാളെ അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുമോ? ഡ്രസ്സ് മാറുന്നത് പോലെ പാർട്ട്ണറിനെ മാറ്റുന്നവരുണ്ട്. പക്ഷെ എൻ്റെ ആമി അതിൽ പെടുന്നതല്ല. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഉറപ്പിച്ച് പറഞ്ഞത്. ഫെലിക്സ് അവനെ നോക്കി പറഞ്ഞതും അവൻ അതിനൊന്ന് പുഞ്ചിരിച്ചു. എനിക്കത് നന്നായിട്ട് അറിയാം ഫെലിക്സ്. ആമി അങ്ങനെയല്ലെന്ന് എനിക്ക് നന്നായി അറിയാം. അതുകൊണ്ടാണ് ആമിയെ തന്നെ മതി എൻ്റെ ജീവിതത്തിലേക്കെന്ന് ഞാൻ തീരുമാനിച്ചത്. ഞാനിപ്പോൾ ഇത് തന്നെ വിളിച്ച് പറയാൻ കാരണം ആമിയെ താൻ നല്ലതുപോലെ മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് എനിക്കറിയാവുന്നതുകൊണ്ടാണ്. ഇതിപ്പോൾ ഞാൻ ആമിയോട് പറഞ്ഞാലും അവൾ പറയാൻ പോകുന്ന ഉത്തരവും താൻ പറഞ്ഞത് തന്നെയായിരിക്കും. അവൾക്കൊരിക്കലും ജസ്റ്റിൻ്റെ സ്ഥാനത്ത് മറ്റൊരാളെ കാണാൻ കഴിയില്ല എന്ന്. പക്ഷെ താനൊന്ന് ആലോചിച്ച് നോക്ക്. ആമിക്ക് അധികം വയസ്സൊന്നും ആയിട്ടില്ല. അവളുടെ ജീവിതം ഇങ്ങനെ തന്നെ നശിച്ചു പോകണമെന്നാണോ താൻ ആഗ്രഹിക്കുന്നത്? ആദ്യം ചോദിച്ചതും ഫെലിക്സ് സംശയത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി. ജീവിതത്തിലേക്ക് അവൾക്കൊരു കൂട്ടുവേണ്ടേ? അവളുടെ അനിയത്തിയുടെ ഭാവി. അവളുടെ അമ്മ ഇല്ലാതായി കഴിഞ്ഞാൽ പിന്നെ അവൾ ജീവിതത്തിൽ ഒറ്റയ്ക്കല്ലേ? എല്ലാം ചിന്തിക്കണമല്ലോ. എനിക്കവളെ കല്യാണം കഴിച്ച് തരണമെന്നുള്ളത് കൊണ്ട് പറയുകയല്ല ഞാൻ. പക്ഷെ എൻ്റെ കൈകളിൽ അവൾ സുരക്ഷിതമായിരിക്കുമെന്ന് എനിക്ക് 100% ഉറപ്പുണ്ട്.
ഒരുപക്ഷെ എനിക്ക് പകരം മറ്റൊരാൾ ആമിയുടെ ലൈഫിലേക്ക് വന്നാൽ ഞാൻ കരുതുന്നത് പോലെ അവളെ അയാൾ കരുതണമെന്നില്ല. ഞാൻ അവളെ മനസ്സിലാക്കുന്നത് പോലെ, അവളുടെ പാസ്റ്റ് അറിയുന്നത് പോലെ മറ്റൊരാൾ അത് അംഗീകരിക്കണമെന്നുമില്ല. അതിലൊക്കെ ഉപരി എനിക്ക് അവളെ ഒരുപാട് ഇഷ്ടമാണ് ഫെലിക്സ്. അവളെൻ്റെ ലൈഫിലേക്ക് വന്നാൽ പിന്നെ അവൾ പുറകിലേക്ക് ചിന്തിച്ച് നോക്കില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ട്. അതുപോലെ ഞാൻ അവളെ സ്നേഹിക്കും, സംരക്ഷിക്കും. ജാതിയും മതവും ഒരു പ്രശ്നമല്ലെങ്കിൽ എനിക്ക് അവളെ തന്നൂടെ ഫെലിക്സ്? ആദ്യം ഫെലിക്സിൻ്റെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു. പക്ഷേ സർ, ഇത് ആമി സമ്മതിക്കുമോ? എനിക്കിത് കേട്ടപ്പോൾ ഭയങ്കരമായിട്ട് സന്തോഷം തോന്നുന്നുണ്ട്. അവളുടെ പാസ്റ്റ് അറിഞ്ഞിട്ടും സാറിന് അവളെ അംഗീകരിക്കാൻ പറ്റുന്നുണ്ടല്ലോ എന്ന് ഓർക്കുമ്പോൾ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. അല്ലെങ്കിലും എൻ്റെ ആമി സന്തോഷത്തോടെയും സമാധാനത്തോടെയും ജീവിക്കുന്നത് കാണാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അവളുടെ ലൈഫ് ഒരിക്കലും നശിച്ചു പോകണമെന്ന് ഞാൻ ആഗ്രഹിക്കില്ല. അവൾ കുറച്ച് ദിവസം തന്നെ സാറിൻ്റെ വീട്ടിൽ എത്രത്തോളം സന്തോഷത്തിലാണ് കഴിഞ്ഞതെന്ന് എനിക്ക് നന്നായിട്ടറിയാം. പ്രത്യേകിച്ച് അവിടുത്തെ അമ്മയും അപ്പവും അവൾക്ക് ജസ്റ്റിനെ പറ്റി ആലോചിക്കാൻ പോലും സമയം കൊടുത്തിട്ടില്ല എന്ന് അവൾ എപ്പോഴും എന്നെ വിളിക്കുമ്പോൾ പറയും. പ്രത്യേകിച്ച് അമ്മ എപ്പോഴും അവളോട് സംസാരിക്കും. അപ്പുവാണെങ്കിൽ പിന്നെ അവളെ ഇടവും വലവും തിരിയാൻ സമ്മതിക്കാതെ അവളുടെ ഒപ്പം നടക്കുന്നതുകൊണ്ട് അവൾക്ക് മറ്റൊന്നും ചിന്തിക്കാനുള്ള ഒരു അവസരം ഉണ്ടാകുന്നില്ല എന്ന് അവൾ എപ്പോഴും എന്നോട് പറയുമായിരുന്നു. അതൊക്കെ കൊണ്ട് തന്നെ അവൾ അവിടെ എത്രത്തോളം സുരക്ഷിതമായിരിക്കുമെന്ന് എനിക്ക് നന്നായിട്ടറിയാം. ഇപ്പം സാറിൻ്റെ മാത്രം തീരുമാനമാണ് പറഞ്ഞതെങ്കിൽ ഒരുപക്ഷെ ഞാനും മറ്റൊരു തരത്തിൽ ചിന്തിച്ചേനെ. അവളുടെ പാസ്റ്റൊക്കെ സാറിൻ്റെ വീട്ടിൽ അംഗീകരിക്കുമോ, അതിൻ്റെ പേരിൽ അവൾക്കൊരു പ്രശ്നം ഉണ്ടാകുമോ എന്നൊക്കെ എല്ലാവരെയും പോലും ഞാനും ചിന്തിച്ചേനെ. പക്ഷെ ഇപ്പോൾ സാറ് പറഞ്ഞത് നോക്കുകയാണെങ്കിൽ സാറിൻ്റെ അച്ഛനും അമ്മയ്ക്കും ഒക്കെ ആമയെ ഭയങ്കര ഇഷ്ടമാണ്. സാറിൻ്റെ ജീവിതത്തിലേക്ക് അവൾ വരണമെന്ന് അവരും ആഗ്രഹിക്കുന്നുണ്ടെന്ന് തോന്നുന്നു അല്ലേ? എന്തായാലും അവരുടെയൊക്കെ ഒരു ഉറപ്പില്ലാതെ സാർ എന്നോട് ഇതിനെപ്പറ്റി സംസാരിക്കാൻ വരില്ലല്ലോ. അവൻ പറഞ്ഞതും ആദ്യം അത് ശരിയാണെന്നുള്ള അർത്ഥത്തിൽ അവനെ നോക്കി തലയാട്ടി. എൻ്റെ അച്ഛനും അമ്മയ്ക്കും ഏട്ടത്തിക്കും ഏട്ടനും ഒക്കെ ആമയെ ഞാൻ വിവാഹം കഴിക്കുന്നതിൽ ഒരു എതിർപ്പുമില്ല. അവർക്കൊക്കെ എന്നേക്കാളും സന്തോഷമാണ് ആമയെ അവിടേക്ക് കൂട്ടിക്കൊണ്ടുവരുന്നത്. അവൻ ഉറപ്പോടെ ഫെലിക്സിൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു. പക്ഷേ സർ, ഇതിനൊരു ഉത്തരം പറയാൻ എനിക്ക് അവകാശമുണ്ടെന്ന് തോന്നുന്നില്ല. സർ, അവൾക്കും അവളുടെ വീട്ടുകാർക്കുമാണ് ഇതിലൊരു തീരുമാനം എടുക്കാൻ അവകാശമുള്ളത്. ഫെലിക്സ് അവൻ്റെ മുഖത്തേക്ക് നോക്കി. അപ്പോൾ താനെന്താ പറഞ്ഞു വരുന്നത്? ഞാൻ എൻ്റെ മനസ്സിലുള്ളത് ആമയോട് പറയണമെന്നാണോ, അതോ ആമയോട് പറയുന്നതിന് മുൻപേ അവളുടെ വീട്ടുകാരോട് പറയണമെന്നോ? അവൻ സംശയത്തോട് ചോദിച്ചു. എൻ്റെ ഒരു അഭിപ്രായം പറയുകയാണെങ്കിൽ സാർ ഇത് ആദ്യം പറയേണ്ടത് അവളോട് തന്നെയാണ്. ആമയുടെ തീരുമാനം എന്താണെന്ന് അറിഞ്ഞിട്ട് മതി ആമയുടെ വീട്ടുകാരോട് പറയേണ്ടത്. എൻ്റെ ഊഹം ശരിയാണെങ്കിൽ അവൾ ഒരിക്കലും ഇതിന് സമ്മതിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഫെലിക്സ് അവനെ നോക്കി പറഞ്ഞു. തനിക്ക് അവളോടൊന്ന് സംസാരിച്ചൂടെ? ആദ്യം സംശയത്തോടെ ചോദിച്ചു. ഞാൻ വേണമെങ്കിൽ സംസാരിക്കാം, പക്ഷെ അതിനു മുൻപ് സാറിൻ്റെ മനസ്സിലുള്ളത് അവളോട് തുറന്നു പറയാതിരുന്ന അവൾ ഒരിക്കലും അറിയില്ലല്ലോ സാറിൻ്റെ മനസ്സിൽ ഇങ്ങനെയൊരു ഇഷ്ടമുണ്ടെന്ന്. അതിനുശേഷം ഞാൻ അവളോട് സംസാരിക്കാം. പക്ഷെ ആര് പറഞ്ഞാലും ആമി കേൾക്കാൻ തയ്യാറാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അവൻ അതിനോടൊപ്പം കൂട്ടിച്ചേർത്തു. അതിനാദ്യം എന്തോ ആലോചിച്ചതുപോലെ മൂളി. വൈകിട്ട് ഞാൻ ആമയെ കാണണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് പറയാൻ മാത്രമല്ല, അവളെയും കൂട്ടി വീട്ടിലേക്കൊന്ന് പോകാമെന്ന് കരുതി, അപ്പുവിനെ ഒന്ന് കാണിക്കാൻ. അവൻ പറഞ്ഞതും ഫെലിക്സ് പുഞ്ചിരിച്ചു. ആദ്യം ഫെലിക്സ് മുഴുവനും ആമയുടെ കാര്യമായിരുന്നു സംസാരിച്ചത്. ഒടുവിൽ ആമയോട് തൻ്റെ ഇഷ്ടം തുറന്നു പറയാമെന്ന് തീരുമാനിച്ചുകൊണ്ട് തന്നെ അവൻ ഫെലിക്സിനെ അവൻ്റെ ഹോസ്റ്റലിൽ കൊണ്ടാക്കി. ആദ്യം വിളിച്ച് പറഞ്ഞത് പ്രകാരം അവനെ കാത്ത് ഒരുങ്ങി നിൽക്കുകയായിരുന്നു ആമി. കുറച്ച് നിമിഷങ്ങൾ കഴിഞ്ഞതും ആദ്യം അവളുടെ അടുത്തേക്ക് വണ്ടി കൊണ്ടുവന്ന് നിർത്തി. അവളൊരു ബ്ലൂ കളർ ചുരിദാറായിരുന്നു വേഷം. ഷോൾ ഒരു സൈഡിൽ മാത്രം പിൻ ചെയ്തിട്ടിരിക്കുകയാണ്. മുടി വാരിക്കെട്ടി ഒരു ബണ്ണ് ഇട്ടിട്ടുണ്ട്. ഇടത് കയ്യിലൊരു വാച്ചല്ലാതെ അലങ്കാരങ്ങളൊന്നും അവളുടെ കയ്യിലില്ലായിരുന്നു. കഴുത്തിൽ ജസ്റ്റിൻ്റെ മിന്നുമാല മാത്രമായിരുന്നു. കാതിലൊരു ചെറിയ കമ്മലും. കോ ഡ്രൈവർ സീറ്റിലേക്ക് കയറി സീറ്റ് ബെൽറ്റ് ഇടാൻ ശ്രമിക്കുന്ന അവളെ ആദ്യം കണ്ണെടുക്കാതെ നോക്കി. സീറ്റ് ബെൽറ്റ് ഇട്ടിട്ട് അവൻ്റെ മുഖത്തേക്ക് നോക്കി ആമയെ കാണുന്നത് തന്നെ കണ്ണെടുക്കാതെ നോക്കിയിരിക്കുന്ന ആദിയാണ്. സർ, അവൻ നോക്കുന്നത് കണ്ട് അവൾ സംശയത്തോടെ വിളിച്ചു. എന്ത് സർ ഇങ്ങനെ നോക്കുന്നത്? അവൾ സംശയത്തോടെ ചോദിച്ചു. ഏയ് നത്തിങ്, അവൻ പറഞ്ഞുകൊണ്ട് കാറെടുത്തു. അവരാദ്യം പോയതൊരു ടീ ഷോപ്പിലേക്കായിരുന്നു. അവരിരുവർക്കും ഒരു സ്പെഷ്യൽ ടീ പറഞ്ഞതിന് ശേഷം അവർ രണ്ടുപേരും അവിടെ ഇരുന്നു. താനെന്താണോ ഒന്നും മിണ്ടാതിരിക്കുന്നത്? ഞാൻ ചോദിക്കുന്നതിന് മാത്രമേ മറുപടി പറയുള്ളൂ. അവളൊന്നും മിണ്ടാതെ ഇരിക്കുന്നത് കണ്ടതും അവൻ സംശയത്തോടെ അവളോട് ചോദിച്ചു. ഞാനെന്ത് ചോദിക്കാനാ സർ? അവൾ ചെറിയ പുഞ്ചിരിയോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി. ഫെലിക്സ് തൻ്റെ പറ്റി പറയുന്നത് ഇങ്ങനെയൊന്നും അല്ലല്ലോ. താൻ കുറച്ചുനാൾ മുമ്പൊക്കെ നല്ല തമാശ പറയുകയും ഉരുളയ്ക്കുപ്പേരി പോലെ മറുപടി കൊടുക്കുകയും നല്ല ധൈര്യമുള്ള പെൺകുട്ടിയൊക്കെ ആണെന്നാണ്. അതൊക്കെ കള്ളമാണോ? അവൻ പുഞ്ചിരിച്ചുകൊണ്ട് അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞതും അവൾ സംശയത്തോടെ നോക്കി. താൻ ഹോസ്പിറ്റലിലായിരുന്നപ്പോൾ ഫെലിക്സ് പറഞ്ഞതാ ഇതൊക്കെ. അവളുടെ സംശയത്തോടുള്ള നോട്ടം കണ്ട് അവൻ പറഞ്ഞു. എല്ലാവരും എപ്പോഴും ഒരുപോലെ ഇരിക്കണമെന്നില്ലല്ലോ സർ. സാധാരണ എല്ലാ പെൺകുട്ടികളും വിവാഹത്തിന് മുൻപ് പാവങ്ങളും പിന്നീട് ജീവിത സാഹചര്യങ്ങൾ കൊണ്ട് ധൈര്യമുള്ള പെൺകുട്ടികളായിട്ടാണ് മാറുക.
പക്ഷെ എൻ്റെ കാര്യത്തിൽ തിരിച്ചാ സംഭവിച്ചത്. വിവാഹത്തിന് മുൻപായിരുന്നു എനിക്ക് ധൈര്യവും മറ്റുള്ളവരുടെ മുഖത്ത് നോക്കി മറുപടി പറയാനുള്ള ചങ്കൂറ്റമൊക്കെ ഉണ്ടായിരുന്നത്. അതൊക്കെ വിവാഹത്തിന് ശേഷം എൻ്റെ ഇച്ചായൻ്റെ കൂടെ കൂടിയപ്പോൾ തിരിച്ചായി മാറി. അല്ല, എന്നെ ആക്കിയത് ആ മനുഷ്യനാണ്. എന്നെ കൊഞ്ചിച്ചും ഒരു കുഞ്ഞിനെ പോലെ കൈവെള്ളയെ കൊണ്ടു നടന്നും എൻ്റെ മനസ്സിനെ ഒരു തൂവല് പോലെ ആക്കിയത് ആ മനുഷ്യനാണ്. പിന്നീട് എത്ര ശ്രമിച്ചിട്ടും എനിക്ക് പഴയ ആമയിലേക്ക് തിരിച്ചു പോകാൻ സാധിക്കുന്നില്ല. അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞതും അവൻ അവളെ കണ്ണെടുക്കാതെ തന്നെ നോക്കിയിരുന്നു. ജസ്റ്റിൻ്റെ കാര്യം പറയുമ്പോൾ നിറയുന്ന അവളുടെ കണ്ണുകളിൽ അവനിൽ വേദന സൃഷ്ടിച്ചു. നമുക്ക് വേറെ എന്തെങ്കിലും സംസാരിക്കാം സാർ. എൻ്റെ ജീവിതത്തിനെക്കുറിച്ച് പറഞ്ഞ് ഞാനെന്തിനാ സാറിനെ ബോറടിപ്പിക്കുന്നത്? അവൾ കണ്ണുകൾ തുടച്ചുകൊണ്ട് അവൻ്റെ മുഖത്തേക്ക് നോക്കി. എനിക്ക് ഇതൊരു ബോറടി അല്ല ആമി. എനിക്കിതൊക്കെ കേൾക്കുമ്പോൾ ഒരു ആകാംക്ഷയാണ്. തന്നെ ജസ്റ്റിൻ എങ്ങനെയാണ് സ്നേഹിച്ചിരുന്നതെന്ന് തന്നിലൂടെയും മറ്റുള്ളവരിലൂടെ അറിയുമ്പോൾ എനിക്കതൊരു വാശിയാണ്. അതിനേക്കാളൊക്കെ മുകളിൽ നിന്നെ എനിക്ക് സ്നേഹിക്കണമെന്നുള്ള വാശി. അവൻ അവളെ നോക്കുന്നുണ്ടെങ്കിലും അവൻ്റെ മനസ്സിലാണ് ഇതൊക്കെ അവൻ പറയുന്നത്. സാർ എന്താ ഒന്നും മിണ്ടാത്തത്? അവൾ സംശയത്തോടെ അവനോട് ചോദിച്ചു. ഏയ് ഒന്നുമില്ല. ആമയോട് ഞാനൊരു കാര്യം ചോദിച്ചാൽ ആമി എനിക്കതിനൊരു ഉത്തരം തരാവോ? വേറെ ഒരർത്ഥത്തിൽ വെടിക്കില്ല എങ്കിൽ ഞാൻ ചോദിച്ചോട്ടെ? അവൻ പറഞ്ഞതും അവൾ സംശയത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി. പറയ്, ചോദിക്കട്ടെ, അവൻ വീണ്ടും ചോദിച്ചു. എന്താ സർ, ചോദിക്ക്. അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു. താൻ എപ്പോഴെങ്കിലും മറ്റൊരു വിവാഹം കഴിക്കുമോ? അവൻ ചോദിച്ചതും അവൾ ഞെട്ടി അവൻ്റെ മുഖത്തേക്ക് നോക്കി. ഒരിക്കലും താൻ മനസ്സിൽ പോലും ചിന്തിക്കാത്തൊരു ചോദ്യമാണ് അവൻ തന്നോട് ചോദിച്ചത്. ആ ഒരു ചോദ്യം അവളുടെ മുൻപിൽ ഒരു ചോദ്യചിഹ്നമായി മാറിയിരുന്നില്ല. അവൾക്ക് അതിനൊരു ഉത്തരമേ ഉണ്ടായിരുന്നുള്ളൂ. എന്താ ആമി, ഞാൻ ചോദിച്ച ചോദ്യം ഇഷ്ടപ്പെട്ടില്ലേ? അതോ താൻ അതിനൊരു ഉത്തരം ആലോചിക്കുകയാണോ? അവളൊന്നും മിണ്ടാതിരിക്കുന്നത് കണ്ട് അവൻ വീണ്ടും ചോദിച്ചു. എനിക്ക് ഈ ചോദ്യത്തിന് ഒരു ഉത്തരം ആലോചിക്കേണ്ട കാര്യമില്ല സർ. എൻ്റെ ലൈഫിൽ ഒരാളെ മാത്രമേ ഞാൻ സ്നേഹിച്ചിട്ടുള്ളൂ. അതെൻ്റെ ജീവിതകാലം മുഴുവൻ അങ്ങനെ തന്നെയായിരിക്കും. എൻ്റെ മരണം വരെ എൻ്റെ മിന്നിൻ്റെ അവകാശി അതെൻ്റെ ഇച്ചായൻ മാത്രമായിരിക്കും. അവൾ ഉറപ്പോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു.